നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാതാവിനോട് വഴക്കിടുന്നത് ചോദ്യം ചെയ്ത വിരോധം. കുമ്പളയിൽ അനുജനെ കത്രിക കൊണ്ട് കുത്തിക്കൊല്ലാൻ ശ്രമിച്ച ജ്യേഷ്ഠൻ അറസ്റ്റിൽ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന ബജറ്റ് നിരാശാജനകമെന്ന മുദ്രാവാക്യവുമായാണ് ധർണ നടത്തിയത്. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വഞ്ചനാ ദിനം എന്ന പേരിലായിരുന്നു പ്രതിഷേധം. കരുവളത്തെ കൂറ്റൻ ടവർ നിർമ്മാണത്തിനെതിരെ പ്രദേശവാസികൾ രംഗത്ത്. ജനവാസ മേഖലയിൽ സ്വകാര്യ കമ്പനി ടവർ സ്ഥാപിക്കുന്നത് ആശങ്കാജനകമെന്ന് നാട്ടുകാർ. NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി നയിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യാത്ര ചൊവ്വാഴ്ച കാസർഗോഡ് നിന്നും ആരംഭിക്കും. 17 വൈകുന്നേരം തിരുവനന്തപുരത്ത് സമാപിക്കും. സമസ്ത മദ്രസ മാനേജ്മെന്റ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കുമ്പള കിദൂരിൽ അനുജനെ ജ്യേഷ്ഠൻ കത്രിക കൊണ്ട് കുത്തിക്കൊല്ലാൻ ശ്രമിച്ചതായി പരാതി. മാതാവിനോട് വഴക്കിടുന്നത് ചോദ്യം ചെയ്ത വിരോധത്തിലാണ് അനുജന് നേരെ ജ്യേഷ്ഠന്റെ ആക്രമണമുണ്ടായത്. ഇയാളെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് കുമ്പള കിദൂരിൽ ജ്യേഷ്ഠനായ ജോസഫ് അനുജനായ ജോയി കിഷോറിനെ കത്രിക കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുവാൻ ശ്രമിച്ചതായാണ് പരാതി. മാതാവിനോട് വഴക്കിടുന്നത് ചോദ്യം ചെയ്ത വിരോധത്തിലാണ് ജോയി കിഷോറിന് നേരെ ജോസഫിന്റെ ആക്രമണമുണ്ടായത്. ഇയാളെ കുമ്പള ഇൻസ്പെക്ടർ KP വിനോദ് കുമാറും SI ശ്രീജേഷും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തു. വെൽഡിംഗ് ജോലിക്ക് പോയി തിരികെ വീട്ടിലെത്തിയപ്പോൾ ജ്യേഷ്ഠ സഹോദരനായ ജോസഫ് മാതാവുമായി ദേഷ്യപ്പെടുന്നത് കണ്ട് ഇടപെട്ടപ്പോൾ അടിക്കുകയും വയറ്റിലിടിക്കുകയും ചെയ്തതായും തടയാൻ ശ്രമിച്ചപ്പോൾ കത്രിക കൊണ്ട് കുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തതായി ജോയി കിഷോർ നൽകിയ പരാതിയിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന ബജറ്റ് നിരാശാജനകം, ശമ്പള പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായാണ് ധർണ നടത്തിയത്. പെൻഷൻകാരെ തീർത്തും വഞ്ചിച്ച സംസ്ഥാന ഗവൺമെന്റിന്റെ ജനവിരുദ്ധ ബജറ്റിനെതിരെ എന്ന ആരോപണവുമായി KSSPA കാസർഗോഡ് ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന കൗൺസിലർ M നാരായണ ധർണ ഉദ്ഘാടനം ചെയ്തു. എന്താണ് പറയുക, ബജറ്റിന് മുമ്പ് നമ്മുടെ പെൻഷനേഴ്സിന് അനുവദിച്ച അവരെ കുടിശ്ശിക, പെൻഷൻ കുടിശ്ശിക ഓർഡർ ഉണ്ടാക്കിയതാണ്. പുതിയ ഗവൺമെൻറ് വന്ന ശേഷം ആ ഓർഡർ ക്യാൻസൽ ചെയ്തു. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഒരു വാഗ്ദാനം ചെയ്താൽ, ജനങ്ങൾക്ക് ഒരു വാഗ്ദാനം ചെയ്താൽ അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ഒരു ഗവൺമെൻറ്റിനുണ്ട്, സാധാരണ ജനങ്ങൾക്കുണ്ട്. നമ്മളറിയാം, നമ്മൾ തുപ്പിയ സാധനം നമ്മൾ വീണ്ടും അത് ഏൽക്കാറില്ല. അതുപോലെയാണ് ഈ ഗവൺമെൻറ് കഴിഞ്ഞ പ്രാവശ്യം എന്ത് ചെയ്തു, നമുക്ക് ഓർഡർ ആക്കിയതിനാ അത് ഗവൺമെൻറ് വന്ന ശേഷം അത് പിൻവലിച്ചു. ഇതാണ് ഒരു ന്യായം. ഒരു ഗവൺമെൻറ് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ആ ക്ഷേമമൊക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഗവൺമെൻറ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിയോജക മണ്ഡലം ജോയിന്റ് സെക്രട്ടറി KV മുകുന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി P ശശിധരൻ മാസ്റ്റർ, വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് VV ജയലക്ഷ്മി ടീച്ചർ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഉഷ അർജുൻ തുടങ്ങിയവർ സംസാരിച്ചു. നിയോജക മണ്ഡലം സെക്രട്ടറി സീതാരാമ മല്ലം സ്വാഗതവും ട്രഷറർ TK ശ്രീധരൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന ബജറ്റിൽ ജീവനക്കാരെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് കേരള NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഞ്ചനാ ദിനം ആചരിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജോയ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ബാലഗോപാലൻ ബഡ്ജറ്റ് ജീവനക്കാരെ വഞ്ചിച്ചു. ശമ്പള പരിഷ്കരണ നടപടിയില്ല. അറബിക്കടലിൽ എന്ന് പറഞ്ഞ് പാവപ്പെട്ട ജീവനക്കാരെ പിടികളാക്കും സർക്കാരെ. 2025 ബഡ്ജറ്റിൽ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തമസ്കരിച്ചുവെന്ന ആരോപണമുയർത്തി കേരള NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഞ്ചനാ ദിനം ആചരിച്ചു. NGO സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജോയ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷത്തെ വാഗ്ദാനം പാലിക്കാതെയാണ് പുതിയൊരു വാഗ്ദാനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. കേവലം ഒരു ഗഡു ക്ഷാമബത്ത 2%, 3% ക്ഷാമബത്ത മാത്രം അനുവദിച്ചുകൊണ്ട്
ജീവനക്കാരെ അപമാനിച്ചിരിക്കുകയാണ് അടുത്ത സർക്കാർ. അതിനെ ആഹ്ലാദ പ്രകടനം നടത്തുന്ന FO-CITO സംഘടനകൾ ഒന്ന് ആലോചിക്കണം. കേരളത്തിലെ വിലക്കയറ്റം, അതിരൂക്ഷമായ വിലക്കയറ്റവുമായി കേരള സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇത് പിടിച്ചു നിർത്താനുള്ള ചെറുവിരൽ അനക്കാതെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ധൂർത്തുമായി മുന്നോട്ട് പോവുകയാണ്. ജില്ലാ പ്രസിഡന്റ് AT ശശി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KM ജയപ്രകാശ്, ലോകേഷ് MB ആചാർ, P വത്സല, MT പ്രസീത, CK അരുൺകുമാർ, VM രാജേഷ്, A ഗിരീഷ് കുമാർ, ജയരാജ് പെരിയ, മധു കോളങ്ങാട്, K പ്രസീത, M ഗിരിജ, സഫീന, K സൗമ്യ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കരുവളത്തെ കൂറ്റൻ ടവർ നിർമ്മാണത്തിനെതിരെ പ്രദേശവാസികൾ രംഗത്ത്. ജനവാസ മേഖലയിൽ സ്വകാര്യ കമ്പനി ടവർ സ്ഥാപിക്കുന്നത് ആശങ്ക ഉയർത്തുകയാണെന്നും മനുഷ്യനും പ്രകൃതിക്കും ദോഷമാകുന്നതാണ് ടവറെന്നും നാട്ടുകാർ പറയുന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലെ പടന്നക്കാട് കരുവളത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് കൂറ്റൻ ടവർ നിർമ്മിക്കുന്നത്. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതെന്നാണ് ആരോപണം. സമീപത്തായി 7ഓളം മൊബൈൽ ടവറുകൾ നിലവിലുള്ളപ്പോൾ പുതിയൊരു ടവറിന്റെ നിർമ്മാണം അനാവശ്യമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ പ്രദേശത്ത് ഇപ്പോൾ തന്നെ 7ലധികം മൊബൈൽ ടവറുകൾ നിലവിലുണ്ട്. അതിനാൽ തന്നെ ഇവിടെ മൊബൈൽ റേഞ്ചിന് യാതൊരുവിധ തടസ്സവുമില്ല. കുത്തക മുതലാളിമാർ അവരുടെ സാമ്പത്തിക ലാഭത്തിനായി ഞങ്ങളുടെ മേൽ ഈ ടവർ അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എന്തു വന്നാലും ഈ മൊബൈൽ ടവർ ഇവിടെ നിർമ്മിക്കുവാൻ അനുവദിക്കുകയില്ലെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം, ഒരു ടവർ എന്ന പേരിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. സ്വകാര്യ കമ്പനിയുടെ വകയായിട്ട് ആരുടെ അനുമതിയൊന്നും ചുറ്റുപാടും ധാരാളം ആളുകൾ തിങ്ങിപ്പറക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത്. കാരണം കൃഷി ചെയ്തിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത്തരം ആളുകൾ കൂടുതൽ മാനസിക ആരോഗ്യം തകർക്കുന്ന രീതിയിൽ, ശാരീരിക ആരോഗ്യം തകർക്കുന്ന രീതിയിലുള്ള ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 600ഓളം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നത്തിൽ പ്രദേശവാസികളെ കബളിപ്പിക്കുന്ന മറുപടിയാണ് ജനപ്രതിനിധികൾ പറഞ്ഞതെന്നും വിഷയത്തിൽ കളക്ടറുടെ ഉറപ്പ് മറികടന്ന് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചതായും നാട്ടുകാർ ആരോപിച്ചു. ഏറ്റവും കൂടുതൽ കർഷകരില്ലേ വീടും, പിന്നെ സ്കൂള്, കോളേജ്, ജില്ലാ ഹോസ്പിറ്റൽ, ഇതെല്ലാം ഏറ്റവും കൂടുതൽ 31ാം വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ഈ ഭരണാധികാരികൾ ഇതിന് പെർമിഷൻ കൊടുത്ത് തന്നെ തെറ്റാണ്. ഇത് ഞങ്ങളോട് ചോദിക്കുന്നില്ലെങ്കിൽ പോട്ടെ, ഈ ഹോസ്പിറ്റലും ഈ പിന്നെ അമ്പലം, സ്കൂള്, ഇതൊന്നും ഭരണാധികാരികൾക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കിലോമീറ്ററിന് അടുത്ത് ഇതെല്ലാം സ്ഥിതി ചെയ്യുമ്പോൾ ഇതിന് പെർമിഷൻ കൊടുക്കാനില്ല. കൊടുത്ത അധികാരികളോട് ഞങ്ങൾക്ക് ഒന്നേ ചോദിക്കൊണ്ട്, ഞങ്ങൾ ആരോടാണ് ഇതിൻ്റെ സമാധാനം പറയേണ്ടത്? ആരോടാണ് നമ്മൾ പോയിട്ട് പറയേണ്ടത്? ഇതിൻ്റെത് ഞങ്ങൾ ഈ വാർഡിലെ കൗൺസിലർ വരെ ഞങ്ങൾ വിളിച്ചിട്ട് ഇതുവരെ വന്നിട്ടില്ല. ക്രമസമാധാന പ്രശ്നം മുൻനിർത്തി ടവർ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. സ്വകാര്യ കമ്പനി ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് കർമ്മസമിതിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നവകേരള മുന്നണി സൃഷ്ടിക്കായി NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി നയിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യാത്ര ചൊവ്വാഴ്ച കാസർഗോഡ് നിന്നും ആരംഭിക്കും. സംസ്ഥാനത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിച്ച യാത്ര 17 വൈകുന്നേരം തിരുവനന്തപുരത്ത് സമാപിക്കും. യാത്രയ്ക്കിടയിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായി മുഹമ്മദ് കുട്ടി കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ സമൂലമായ മാറ്റം സാധ്യമാക്കാൻ രാഷ്ട്രീയത്തിനതീതമായി പാർട്ടികൾ ചേർന്ന് പുതിയൊരു മുന്നണി ഉയർന്നു വരണമെന്നും ഈ സാഹചര്യത്തിലാണ് നവകേരള മുന്നണി സൃഷ്ടിക്കായി രാഷ്ട്രീയ വിശദീകരണ യാത്ര നടത്തുന്നതെന്നും NCP നേതാക്കൾ പറഞ്ഞു. നവകേരള സൃഷ്ടിക്കായി സമാന ചിന്താഗതിക്കാരായ എല്ലാവരെയും ചേർത്തു നിർത്തി മുന്നോട്ടു പോവുകയാണ് ലക്ഷ്യം. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും അത് പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കുവാനും സർക്കാർ ശ്രദ്ധ നൽകണമെന്നും നേതാക്കൾ പറഞ്ഞു. ചൊവ്വാഴ്ച കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന യാത്ര 17 തിരുവനന്തപുരത്ത് സമാപിക്കും. NCPയുടെ സമ്പൂർണ്ണ സംസ്ഥാന സമ്മേളനം 22 എറണാകുളത്ത് നടക്കും. കേരളം മാറിയേ തീരൂ, ആര് മാറ്റുമെന്ന ചോദ്യം ഉയർത്തിയാണ് രാഷ്ട്രീയ വിശദീകരണ യോഗവും തുടർന്ന് സംസ്ഥാന സമ്മേളനവും നടത്തുന്നതെന്നും NCP നേതാക്കൾ കൂട്ടിച്ചേർത്തു. മാറ്റങ്ങൾ കൊണ്ടുവരണം. മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ഏതിനും അത് മാറ്റങ്ങൾ കൊണ്ടുവന്ന് തീർച്ചയായിട്ടും വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. റിസോഴ്സസ് പൂൾ ചെയ്യണം. പോൾ ചെയ്ത് കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാവും. കേരളത്തെ മാറ്റാൻ പറ്റും. ആ മാറ്റം കൊണ്ടുവരുന്നുള്ളൊരു ഡോക്യുമെൻ്റായിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. പക്ഷേ മുന്നണികൾ രാഷ്ട്രീയത്തിനതീതമായിട്ട്, മുന്നണികൾ പലതുമുണ്ട്, അതിൽ ഉള്ള പല രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയത്തിനതീതമായി നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റിനെ സ്നേഹിക്കണം. പാട്രിയോട്ടിസം അതിൽ നിർബന്ധമാണ്. അത് വരാനാണ് ആവശ്യം. അത് വരാൻ കഴിഞ്ഞാൽ ഈ പറയുന്ന രാഷ്ട്രീയത്തിനതീതമായി ഐക്യ കേരളം, ഐശ്വര്യ കേരളം നമ്മൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ കേരളത്തെ മാറ്റാൻ കഴിയും. ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് ഇത്. അതൊരു നവകേരള മുന്നണി സൃഷ്ടിപ്പിനായി മാറട്ടെ. അതിലേക്കുള്ള
ഒരു പ്രയാണത്തിൻ്റെ തുടക്കമാണ് ഞങ്ങളിന്ന് നാളെ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KA ജബ്ബാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി കല്ലറ മോഹൻദാസ്, നാഷണലിസ്റ്റ് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും രാഷ്ട്രീയ വിശദീകരണ യാത്രാ കോർഡിനേറ്ററുമായ ഷാജി തെങ്ങുംപള്ളിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമസ്ത മദ്രസ മാനേജ്മെന്റ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ട്രഷറർ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സമസ്ത മദ്രസ മാനേജ്മെന്റ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 4 പതിറ്റാണ്ടുകാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായിരുന്ന പ്രമുഖ പണ്ഡിതനും സൂഫി വര്യനുമായിരുന്ന ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരുടെ കാഴ്ചപ്പാടുകൾ എന്ന വിഷയം ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ട്രഷറർ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കാരണം എന്താണ്? സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ആവശ്യമാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് മുസ്ലിംകളുടെ രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തി, ആ ഇച്ഛാശക്തി നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്ന് ശംസുൽ ഉലമ തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അദ്ദേഹം സാമൂഹ്യമായിട്ടുള്ള സ്പന്ദനങ്ങളെ, സമൂഹത്തിൻ്റെ തുടിപ്പുകളെ, സമൂഹത്തിൻ്റെ ചിന്താധാരകളെ അർത്ഥപൂർവ്വം മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിത്വമായിരുന്നു. അത് അദ്ദേഹം തുറന്നു പറയുവാനും തയ്യാറായി എന്നുള്ളതാണ്. അതാണ് ഒരു പണ്ഡിതന്റെ യഥാർത്ഥ ധർമ്മം എന്നതാണല്ലോ. സത്യം തുറന്നു പറയുക എന്നുള്ളത് തന്നെയാണ്. എല്ലാ കാലത്തെയും പണ്ഡിതന്മാർക്കുള്ള പാഠം മഹാനായ ശംസുൽ ഉലമയിലുണ്ട്. അദ്ദേഹം സത്യം തുറന്നു പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് MS തങ്ങൾ മദനി ഓലമുണ്ട അധ്യക്ഷത വഹിച്ചു. പരിപാടിക്ക് തുടക്കം കുറിച്ച് സ്വാഗത സംഘം ചെയർമാൻ CM അബ്ദുൽ ഖാദർ ഹാജി ചെർക്കള പതാക ഉയർത്തി. സമസ്ത ജനറൽ സെക്രട്ടറി ഷൈഖുൽ ജാമിയ പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ പ്രാർത്ഥന നടത്തി. സമസ്ത കേന്ദ്ര മുഷാവറ ഉപാധ്യക്ഷൻ UM അബ്ദുറഹ്മാൻ മൗലവി, സമസ്ത ദക്ഷിണ കന്നഡ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുങ്കൈ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് ബെളിഞ്ചം ആമുഖ ഭാഷണം നടത്തി. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദുസലാം ദാരിമി ആലമ്പാടിയും GM സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, റഫീഖ് സക്രിയ ഫൈസി, മുനീർ ഹുദവി വിളയിൽ എന്നിവർ വിവിധ വിഷയങ്ങളിൽ സെമിനാർ അവതരിപ്പിച്ചു. സമസ്ത ജില്ലാ മുഷാവറ അംഗങ്ങളും രാഷ്ട്രീയ സാമൂഹിക പൊതുരംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗ്രാമപഞ്ചായത്തുകളുടെ വികസന സംവിധാനം പഠിക്കാൻ കർണാടകയിലെ മളവള്ളി ഗ്രാമപഞ്ചായത്ത് സംഘം ബദിയടുക്ക പഞ്ചായത്തിലെത്തി. വിവിധ സെക്ഷൻ ഉദ്യോഗസ്ഥന്മാർക്കൊപ്പം 24 അംഗങ്ങൾ അടങ്ങുന്ന സംഘമാണ് കഴിഞ്ഞ ദിവസം ബദിയടുക്കയിലെത്തിയത്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സംവിധാനങ്ങൾ പഠിക്കാനായി കർണാടക മളവള്ളി ഗ്രാമപഞ്ചായത്തിലെ സംഘം ബദിയടുക്ക പഞ്ചായത്തിലെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഗൗറമ്മ, പഞ്ചായത്തിലെ PDO ഓഫീസർ രവികുമാർ എന്നിവർക്കൊപ്പം വിവിധ സെക്ഷൻ ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന 24 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. കർണാടക സുമക ജില്ലാ പഞ്ചായത്തിന്റെ അനുവാദത്തിൽ കാസർഗോഡ് JDക്ക് നൽകിയ കത്ത് പ്രകാരം കേരള മോഡൽ പ്രവൃത്തി പഠിപ്പിക്കാൻ ബദിയടുക്ക പഞ്ചായത്തിനെയാണ് ഏൽപ്പിച്ചത്. ഓഫീസിന്റെ സംവിധാനത്തെയും വികസന നടത്തിപ്പിനെക്കുറിച്ചും കേരള സർക്കാരുകൾ നൽകുന്ന പദ്ധതി വിഹിത ഫണ്ടുകൾ, പഞ്ചായത്തിന്റെ തനത് ഫണ്ടുകൾ എന്നിവ ചെലവഴിക്കുന്ന രീതി എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിവുകൾ അവർ ചോദിച്ചറിഞ്ഞു. തെരുവ് വിളക്കുകൾ, ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ, 100-ലെത്തിക്കുന്ന നികുതി എടുക്കുന്നതിൻ്റെ രീതി, ദൈനംദിന പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ ജനപ്രതിനിധികൾ ഇടപെടുന്നതിനെക്കുറിച്ച്, മൃഗസംരക്ഷണ വകുപ്പ്, അംഗനവാടി ഉൾപ്പെടെയുള്ള സാമൂഹ്യനീതി പ്രവർത്തനം, അംഗനവാടി ടീച്ചർമാരുടെയും ആശാവർക്കർമാരുടെയും പ്രവർത്തനം തുടങ്ങിയ വിവരങ്ങൾ അവർ പഠനവിധേയമാക്കി. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് B ശാന്ത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ D ശങ്കരൻ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറി C രാജേന്ദ്രൻ ക്ലാസിന് നേതൃത്വം നൽകി. മലയാള ക്ലാസിനെ കന്നഡ ഭാഷയിൽ DK നാരായണൻ പരിഭാഷപ്പെടുത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M അബ്ബാസ്, പഞ്ചായത്ത് ജനപ്രതിനിധികളായ രവികുമാർ റൈ, ജ്യോതി കാര്യാട്, അബ്ദുറഹ്മാൻ കുഞ്ചാർ, ജയശ്രീ, സ്വപ്ന, പഞ്ചായത്തിലെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പഠനശേഖരണത്തിന് വിവരങ്ങൾ നൽകി. ബദിയടുക്ക പഞ്ചായത്തിലെ ബേളയിൽ പ്രവർത്തിക്കുന്ന ബഡ് സ്കൂൾ സന്ദർശിച്ചാണ് സംഘം മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെർക്കളം അബ്ദുള്ള തുളുനാടിന്റെ ഇതിഹാസ പുരുഷൻ എന്ന പേരിൽ ദുബായ് മലബാർ കലാ സാംസ്കാരിക വേദി മാർച്ച് 2ാം വാരം സംഘടിപ്പിക്കുന്ന 16ാമത് റംസാൻ റിലീഫ് 2025 പരിപാടിയുടെ ബ്രോഷർ പ്രകാശനം ചെയ്തു. സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ പ്രകാശനം നിർവഹിച്ചു. ചെർക്കളം അബ്ദുള്ള ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച നേതാവ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
ചെർക്കളം അബ്ദുള്ള തുളുനാടിന്റെ ഇതിഹാസ പുരുഷൻ എന്ന പേരിൽ ദുബായ് മലബാർ കലാ സാംസ്കാരിക വേദി മാർച്ച് 2-ാം വാരം സംഘടിപ്പിക്കുന്ന 16ാമത് റംസാൻ റിലീഫ് 2025 ബ്രോഷർ പ്രകാശനം സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ നിർവഹിച്ചു. കുമ്പോൾ മുസ്ലിം വലിയ ജമാഅത്ത് പ്രസിഡന്റ് PK മുസ്തഫ ഹാജി, നാസർ ചെർക്കളം, സയ്യിദ് ബദറുദ്ദീൻ തങ്ങൾ മാളിക എന്നിവർ ബ്രോഷർ ഏറ്റുവാങ്ങി. മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ ചെർക്കളം അബ്ദുള്ള തന്റെ പൊതുപ്രവർത്തന യാത്രയിൽ ധാർമ്മിക മൂല്യങ്ങൾ കൃത്യതയോടെ മുറുകെ പിടിച്ച നേതാവായിരുന്നുവെന്ന് സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ അഭിപ്രായപ്പെട്ടു. വളരെ ചെറുപ്പം മുതലേ കുമ്പോൾ സയ്യിദ് തറവാടുമായി ആത്മബന്ധം പുലർത്തിയിരുന്ന ചെർക്കളം മഞ്ചേശ്വരത്തിന്റെ എക്കാലത്തെയും നല്ല മതേതര മുഖമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനറൽ കൺവീനർ അഷ്റഫ് കർല സ്വാഗതം പറഞ്ഞു. അസീസ് മരിക്കെ, AK ആരിഫ്, TM ഷുഹൈബ് മൊഗ്രാൽ, നാസർ മൊഗ്രാൽ, KM അബ്ബാസ് ആരിക്കാടി, കയ്യൂം മാനിയ, ഇബ്രാഹിം ഹാജി ബത്തേരി, KV യൂസഫ്, A മുഹമ്മദ് കുഞ്ഞി കുമ്പോൾ, അബ്ദുൽ റഹ്മാൻ ബത്തേരി, റേഡോ അബ്ദുൽ റഹ്മാൻ, A അബ്ദുള്ള ഹാജി ബന്നംകുളം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബല്യായ കണിശർ മഹാജന സംഘം 70ാം വാർഷികവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. മംഗലാപുരം ടൗൺ ഹാളിൽ നടന്ന കുടുംബ സംഗമത്തിൽ മംഗലാപുരം കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വീണ മംഗള മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബാല്യായ കണിശർ മഹാജന സംഘം മംഗലാപുരം യുവജന വിഭാഗം മഹിളാ വിഭാഗം സംയുക്താഭിമുഖ്യത്തിൽ സംഘടനയുടെ 70ാം വാർഷികത്തിന്റെ ഭാഗമായി മംഗലാപുരം ടൗൺ ഹാളിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. മംഗലാപുരം കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വീണ മംഗള മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബല്യായ കണിശർ മംഗലാപുരം വിഭാഗം അധ്യക്ഷ ഉമാലക്ഷ്മി കുടുപ്പു അധ്യക്ഷത വഹിച്ചു. പരിപാടിക്ക് തുടക്കം കുറിച്ച് ജയന്തി വിശ്വനാഥ് ബല്യായ നിലവിളക്ക് തെളിയിച്ചു. സുബ്രഹ്മണ്യ കാസർഗോഡ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. കാസർഗോഡ് ജില്ലാ GST വിഭാഗം അസിസ്റ്റന്റ് കമ്മീഷണർ രാജേന്ദ്ര കുണ്ടാർ, ADA ഡിഫൻസ് RD ബാംഗ്ലൂർ എഞ്ചിനീയർ K സതീഷ് ഷെട്ടി, സിനിമാ നടൻ വിനീത് കുമാർ, നാഗരാജ ബജാൽ, സതീഷ് ബല്യായ സവനൂർ, PV അരുൺകുമാർ, മമത ഗണേഷ്, പണ്ഡിറ്റ് ബജാൽ, അരവിന്ദ് പണ്ഡിറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലയിലെ ഉന്നത വ്യക്തിത്വങ്ങളെയും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മംഗലാപുരം, കാസർഗോഡ്, ഉടുപ്പി, പുത്തൂർ എന്നിവിടങ്ങളിലെ സമുദായത്തിലെ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. കുടുംബസംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒരുമയുടെയും കൂട്ടായ്മയുടെയും സന്ദേശം പരത്തി കുമ്പളം കൃഷിയുമായി തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി വനിതാവേദി. 30 സെന്റ് സ്ഥലത്താണ് ഗ്രന്ഥശാല പ്രവർത്തകരും വനിതാവേദി പ്രവർത്തകരും കുമ്പളം വിത്തുകൾ നട്ടത്. തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷവും കുമ്പളം കൃഷി ആരംഭിച്ചു. ഏകദേശം 30 സെന്റ് സ്ഥലത്ത് ഗ്രന്ഥശാല പ്രവർത്തകരും വനിതാവേദി പ്രവർത്തകരും നിലമൊരുക്കി നീളത്തിൽ ചാലുകീറിയാണ് കുമ്പള വിത്തുകൾ നട്ടത്. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ ഹൈബ്രിഡ് വിത്തുകളാണ് നട്ടത്. തെക്കേ മാണിയാട്ടെ ഏറ്റവും മുതിർന്ന കർഷകരായ V ജാനകി, K ജാനകി എന്നിവരാണ് വിത്തുനടൽ ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ വർഷം ഏകദേശം 7 ക്വിൻ്റൽ കുമ്പളമാണ് പറിച്ചെടുത്തത്. വെള്ളരി, കക്കിരി കൃഷിയും ചെയ്ത് വൻ വിജയമാക്കുവാൻ ഗ്രന്ഥശാല വനിതാവേദിക്ക് സാധിച്ചിട്ടുണ്ട്. PV സരിത, K ചന്ദ്രമതി, PV ഷീന, V ബാലചന്ദ്രൻ, PV ഉണ്ണിരാജൻ, PP ദിലീപ്, PV സുരേഷൻ, M നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെർക്കള വിന്നേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള 3ാമത് അഖിലേന്ത്യാ ഇൻവിറ്റേഷൻ കപ്പ് വോളിബോൾ ടൂർണമെന്റിന്റെ താൽക്കാലിക ഗാലറിയുടെ കാൽനാട്ടു കർമ്മം നടന്നു. ചെങ്കള ഗ്രാമപഞ്ചായത്തിന് പുറകുവശമാണ് കായിക പ്രേമികൾക്കായി ഗാലറി നിർമ്മിക്കുന്നത്. ചെർക്കള വിന്നേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള 3ാമത് അഖിലേന്ത്യാ ഇൻവിറ്റേഷൻ കപ്പ് വോളിബോൾ ടൂർണമെന്റിനായി ചെങ്കള ഗ്രാമപഞ്ചായത്തിന് പിറകുവശം കായിക പ്രേമികൾക്കായി നിർമ്മിക്കുന്ന ഗാലറിയുടെ കാൽനാട്ടു കർമ്മം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദറിയ ചടങ്ങ് നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഫിയ ഹാഷിം, സംഘാടക സമിതി ജനറൽ കൺവീനർ ഷുക്കൂർ ചെർക്കള, ഗ്രാമപഞ്ചായത്ത് മെമ്പർ സത്താർ പള്ളിയാൻ, CH മുഹമ്മദ് കുഞ്ഞി ചായിണ്ടടി, ഉമ്പു തങ്ങൾ, സലാം ചെർക്കള, നൌഷാദ് ചെർക്കള, നിസാർ അറന്തോട്, സക്കറിയ അണങ്കൂർ, മുനീർ JCB ചെമ്മനാട്, നാസർ ചെർക്കളം, KC മുഹമ്മദ്, CKM മുനീർ, ആമോ ദുബായ്, സിദ്ധ ചെർക്കള, ബച്ചി ചെർക്കള, ഗഫൂർ CM, ഇർഷാദ് VK പാറ, അലി ഹനീഫ, ഇക്ബാൽ ഗുദ്രത്ത്, അറഫാത്ത് ചായിണ്ടടി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. യാത്രക്കാരെ വലച്ച് കാസർഗോഡ് മംഗളൂരു റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സുകൾ സർവീസ് റോഡ് ഉപയോഗിക്കാതെ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നതിനെതിരെയാണ് യാത്രക്കാരുടെ പരാതി ഉയർന്നിരിക്കുന്നത്.
കാസർഗോഡ് മംഗളൂരു റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സുകൾ സർവീസ് റോഡ് ഉപയോഗിക്കാതെ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നതായി പരാതി. രാത്രി 7 മണിക്ക് ശേഷമുള്ള ബസ്സുകൾ സർവീസ് റോഡിൽ കയറാതെ യാത്രക്കാരെ ദേശീയപാതയിൽ തന്നെ ഇറക്കിവിടുന്നതായാണ് ആരോപണം. ഇത് വയോധികരടക്കമുള്ള യാത്രക്കാർക്ക് കിലോമീറ്ററുകളോളം നടക്കേണ്ട അവസ്ഥ സൃഷ്ടിക്കുന്നു. ഈ വിഷയത്തിൽ നിരവധി പരാതികൾ ഉയർന്നിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. പലപ്പോഴും വഴിയിലിറക്കി വിടുന്ന യാത്രക്കാർ മറ്റ് വാഹനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് അവരുടെ സാമ്പത്തിക ഭാരവും വർദ്ധിപ്പിക്കുന്നുണ്ട്. പകൽ സമയങ്ങളിൽ പോലും പല KSRTC ബസ്സുകളും പുതിയ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ് വഴി പോകാതെ കറന്തക്കാട് വഴിയാണ് KSRTC ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കുന്നത്. ഇത് പുതിയ ബസ് സ്റ്റാൻഡ്, താലൂക്ക് ആശുപത്രി, ചന്ദ്രഗിരി ജംഗ്ഷൻ എന്നിവിടങ്ങളിലേക്കും വിവിധ വിദ്യാലയങ്ങളിലേക്കും ജോലിസ്ഥലത്തേക്കും മറ്റും പോകേണ്ട യാത്രക്കാരെ വലയ്ക്കുന്നു. പലർക്കും ഓട്ടോറിക്ഷകളെ ആശ്രയിക്കേണ്ടി വരുന്നു. KSRTC ബസ്സുകൾ സർവീസ് റോഡ് ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ അധികൃതർ ജാഗ്രത പാലിക്കണമെന്നും അടിയന്തര നടപടി വിഷയത്തിൽ സ്വീകരിക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തൃക്കരിപ്പൂർ പേക്കടം കാളേശ്വരം ക്ഷേത്രത്തിൽ ഫെബ്രുവരി 13 വ്യാഴാഴ്ച നടക്കുന്ന പൊങ്കാല സമർപ്പണ മഹോത്സവത്തിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പൂർത്തീകരിച്ചു. പൊങ്കാല അർപ്പണത്തിന് ഉപയോഗിക്കുന്ന കലം ഒരുക്കുന്നതിനും വിറക് ശേഖരിക്കുന്നതിനും ക്ഷേത്രം മാതൃസമിതിയാണ് നേതൃത്വം നൽകിയത്. പൊങ്കാല സമർപ്പണത്തിന് ഉപയോഗിക്കേണ്ട 800-ൽ പരം മൺകലങ്ങൾ കഴുകി ഉണക്കിയെടുക്കുന്നതു മുതൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി തെങ്ങോലകളും പാണും ശേഖരിച്ചെത്തിക്കുന്നതുവരെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളാണ് നടത്തിയത്. ക്ഷേത്ര പരിസരവും പൊങ്കാലയർപ്പിക്കാൻ അടുപ്പുകൾ തയ്യാറാക്കുന്ന ഇടങ്ങളും ദിവസങ്ങൾക്ക് മുൻപേ ഇവർ ശുചീകരിച്ചു. 50-ൽ പരം പേർ വരുന്ന മാതൃസമിതി നേതൃത്വത്തിലാണ് മൺകലങ്ങൾ കഴുകി ഉണക്കിയെടുത്തത്. 13 വർഷങ്ങൾക്ക് മുമ്പ് തന്ത്രീശൻ്റെ നിർദ്ദേശപ്രകാരമാണ് കാളേശ്വരം ക്ഷേത്രത്തിൽ ആദ്യമായി പൊങ്കാല സമർപ്പിച്ചിട്ടുണ്ടായത്. ഈ വർഷത്തെ പൊങ്കാല ഫെബ്രുവരി 13 നടക്കുന്നത്. വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കലം വൃത്തിയാക്കലും അതേപോലെ വിറക് ശേഖരണം എല്ലാ കാര്യങ്ങളും ഒരുക്കത്തോടെ അവസാന ഘട്ടത്തിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 13 രാവിലെ 9 പണ്ടാര അടുപ്പിൽ ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ പോറ്റി അഗ്നി തെളിയിക്കുന്നതോടെയാണ് പൊങ്കാല മഹോത്സവത്തിന് തുടക്കമാവുക. കലം കഴുകി ഉണക്കാനും വിറക് ശേഖരണത്തിനുമായി മാതൃസമിതി പ്രസിഡന്റ് C. ശ്രീജ, സെക്രട്ടറി KV. ഷീജ എന്നിവരുടെ നേതൃത്വത്തിൽ 50-ൽ പരം വനിതകൾ ദിവസങ്ങളായി തയ്യാറെടുപ്പ് നടത്തിവരുന്നു. പൊങ്കാലയ്ക്ക് ഒരു ദിവസത്തെ വ്രതം നോറ്റെത്തുന്ന സ്ത്രീകൾക്ക് ആവശ്യമായ അരി, വെല്ലം, നെയ്യ് എന്നിവ ക്ഷേത്രത്തിൽ നിന്നാണ് ലഭിക്കുക. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2 ആഴ്ച നീളുന്ന പ്രദർശന വിപണന കലാ സാംസ്കാരിക മേളയായ ബ്ലോക്ക് ഫെസ്റ്റിന് കാലിക്കടവിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഫെബ്രുവരി 12 വൈകുന്നേരം 5 മണിക്ക് ബ്ലോക്ക് ഫെസ്റ്റ് പ്രശസ്ത സിനിമാ താരം ജയസൂര്യ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ മാനസികോല്ലാസം നൽകുന്ന അമ്യൂസ്മെന്റ് പാർക്ക്, ഗെയിംസ്, സംസാരിക്കുന്ന അമേരിക്കൻ പാവ, കുതിര ഒട്ടക സവാരി, രുചി വൈവിധ്യ വിഭവങ്ങൾ വിളമ്പുന്ന ഫുഡ് കോർട്ട്, വിവിധ വകുപ്പുകളുടെ വ്യത്യസ്തമാർന്ന ഉൽപ്പന്നങ്ങൾ, വാട്ടർ ഫൗണ്ടെയിൻ തുടങ്ങിയവ ബ്ലോക്ക് ഫെസ്റ്റിന്റെ പ്രധാന ആകർഷകമാകും. വിവിധയിടങ്ങളിൽ സെൽഫി പോയിന്റുകൾ, എല്ലാ ദിവസവും കലാ സാംസ്കാരിക പരിപാടികൾ, വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ എന്നിവ ഫെസ്റ്റ് നഗരിയിൽ നടക്കും. ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളും കരകൗശല വസ്തുക്കളും ആദിവാസി ആയുർവേദ ചികിത്സകളും ഫെസ്റ്റിൽ ഉണ്ടാകും. ഫെബ്രുവരി 12 വൈകുന്നേരം 5 പ്രശസ്ത സിനിമാ താരം ജയസൂര്യ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഫെബ്രുവരി 16 വൈകുന്നേരം 6 മുതൽ ഉത്തരമേഖലാ കൈകൊട്ടിക്കളി മത്സരം ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. വിവിധ സർക്കാർ വകുപ്പുകളുടെ സേവനങ്ങളെ പറ്റി പൊതുജനങ്ങൾക്ക് അവബോധം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പവലിയനുകൾ, അതോടൊപ്പം വിൽപ്പന സ്റ്റാളുകൾ, അപൂർവങ്ങളായിട്ടുള്ള കാർഷിക വിളകൾ, അതോടൊപ്പം തന്നെ ആ കാർഷിക ഉൽപ്പന്നങ്ങൾ പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ചും പരിചയപ്പെടുത്തുന്നതിനും പഴയ കാർഷിക ഉപകരണങ്ങളുടെ ഒരു വലിയ ശേഖരണം തന്നെ പുരാവസ്തുക്കൾ ഉൾപ്പെടെ പ്രദർശനത്തിന് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വിവിധ വിഷയങ്ങൾ ആസ്പദമാക്കിക്കൊണ്ട് 8 ദിവസവും ഓപ്പൺ ഫോറമാണ്. രാവിലെ ഒരു 10 മണിക്ക് തുടങ്ങിയാൽ ഉച്ചക്ക് 1 മണി വരെ നീണ്ടു നിൽക്കുന്ന 8 വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഓപ്പൺ സെമിനാർ, അത് കേരളത്തിനകത്തെ പ്രഗത്ഭരായിട്ടുള്ള ആ മേഖലയിൽ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ള എക്സ്പെർട്സ് ആയിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സെമിനാറും ഓപ്പൺ ഫോറമാണ് നടത്തിയിട്ടുള്ളത്. സംഘാടക സമിതി ചെയർമാൻ മാധവൻ മണിയറ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ K അനിൽകുമാർ, M സുമേഷ്, T രാഗേഷ്, M കുഞ്ഞിരാമൻ, MK ഹരിദാസ്, K പ്രഭാകരൻ, V പ്രദീപൻ, PB ഷീബ, MV സുജാത, K സുലോചന, A വിനയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അജാനൂർ മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ നടന്നു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സമസ്ത മേഖലകളിലെയും തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, അവ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, INTUC അജാനൂർ മണ്ഡലം പ്രവർത്തനം ശക്തമാക്കുക എന്ന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അജാനൂർ മണ്ഡലം കമ്മിറ്റി പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ നടന്ന കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നത് നമ്മളാണ്, സാധാരണക്കാരായ അന്നത്തെ അന്നത്തിന് അധ്വാനിച്ച് പാവപ്പെട്ടവരാണ്. നമ്മൾ അടച്ച പണം പോലും നമ്മുടെ ക്ഷേമനിധിയിലേക്ക് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ അധ്വാനിച്ച് അടച്ച പണത്തിന്റെ ഒരു വിഹിതം പോലും നമുക്ക് ക്ഷേമനിധിയിൽ നിന്ന് കിട്ടേണ്ട പെൻഷൻ പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് ഈ നാട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തരേണ്ട അവകാശം, നമുക്ക് ചോദിച്ചു വാങ്ങേണ്ട ആനുകൂല്യം പോലും നമുക്ക് തരാൻ അതിനെ മൈൻഡ് ചെയ്യാൻ ഒരു ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയാണ്. തൊഴിലിടങ്ങളൊക്കെ വളരെ കഷ്ടതയിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്നത്. INTUC നിയോജകമണ്ഡലം പ്രസിഡന്റ് PV ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി KM ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. കൺവെൻഷനിൽ ചിത്താരി പോസ്റ്റൽ ബ്രാഞ്ചിൽ നിന്നും 40 വർഷത്തെ സേവനമനുഷ്ഠിച്ച പോസ്റ്റ്മാൻ K കൃഷ്ണനെ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV സുരേഷ് ആദരിച്ചു. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി P ബാലകൃഷ്ണൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ചന്ദ്രൻ കൊളവയൽ, മോഹനൻ തണ്ണൂട്ട്, വിമല കുഞ്ഞികൃഷ്ണൻ, ഉഷ കല്ലിങ്കാൽ എന്നിവർ സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റ് PV ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. പ്രസിഡന്റായി PV ബാലകൃഷ്ണനെയും ജനറൽ സെക്രട്ടറിയായി കുഞ്ഞമ്പു വാഴവളപ്പിനെയും ഗജാഞ്ചിയായി ഗോപാലൻ രാവണീശ്വരത്തെയും തെരഞ്ഞെടുത്തു. AKSTU സംസ്ഥാന സമ്മേളനം 13, 14, 15 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും. ഉൽപ്പന്ന ശേഖരണ ജാഥ ചൊവ്വാഴ്ച നടക്കും. സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ 28ാമത് സംസ്ഥാന സമ്മേളനം 13, 14, 15 തീയതികളിൽ കാഞ്ഞങ്ങാട് വെച്ച് നടക്കും. സമ്മേളനത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നതിനുള്ള 2 ജാഥകൾ ചൊവ്വാഴ്ച നടക്കും. സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 13-ന് സംസ്ഥാന കമ്മിറ്റി യോഗം കാഞ്ഞങ്ങാട് MN സ്മാരകത്തിൽ ചേരും. തുടർന്ന് കയ്യൂർ ചൂരിക്കാടൻ കൃഷ്ണൻ നായർ സ്മൃതി മണ്ഡപത്തിൽ നിന്നും മുതിർന്ന നേതാവ് PA നായർ CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി V രാജന് സമ്മേളന നഗരിയിൽ ഉയർത്തുന്നതിനായുള്ള പതാക കൈമാറും. പെരുമ്പള EK മാസ്റ്റർ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന ബാനർ ജാഥ CPI സംസ്ഥാന കൌൺസിൽ അംഗം T കൃഷ്ണൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം P ഭാർഗവിക്ക് കൈമാറും. മടിക്കൈ കുഞ്ഞിക്കണ്ണൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന കൊടിമര ജാഥ അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി ബംഗളം P കുഞ്ഞികൃഷ്ണൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും മുൻ MLAയുമായ M കുമാരന് കൈമാറും. കൊടിമര, ബാനർ, പതാക ജാഥകൾ കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടുച്ചേരി പരിസരത്ത് സംഗമിക്കും. പൊതുസമ്മേളനം നടക്കുന്ന EK മാസ്റ്റർ നഗറിൽ സംഘാടക സമിതി വൈസ് ചെയർമാൻ CP ബാബു പതാക ഉയർത്തും. പൊതുസമ്മേളനവും PR നമ്പ്യാർ പുരസ്കാര സമർപ്പണവും CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും രാജ്യസഭാ MPയുമായ P സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. PR നമ്പ്യാർ സ്മാരക പുരസ്കാരം പന്ന്യൻ രവീന്ദ്രൻ പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമന് സമർപ്പിക്കും. 14-ന് മാണിക്കോത്ത് എടതാട്ടിൽ മാധവൻ മാസ്റ്റർ നഗറിൽ AKSTU സംസ്ഥാന പ്രസിഡന്റ് KK സുധാകരൻ പതാക ഉയർത്തുന്നതോടെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ E ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിക്കും. യാത്രയപ്പ് സമ്മേളനം CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും MPയുമായ PP സുനീർ ഉദ്ഘാടനം ചെയ്യും. 15-ന് നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനം മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ CPI ജില്ലാ സെക്രട്ടറി CP ബാബു, AKSTU സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ജയകൃഷ്ണൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് K പത്മനാഭൻ, ജില്ലാ പ്രസിഡന്റ് രാജീവൻ MT, ജില്ലാ സെക്രട്ടറി വിനയൻ കല്ലത്ത്, ജില്ലാ ട്രഷറർ സുനിൽ കരിച്ചേരി, മീഡിയ കമ്മിറ്റി കൺവീനർ പ്രതീഷ് O എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാതാവിനോട് വഴക്കിടുന്നത് ചോദ്യം ചെയ്ത വിരോധം. കുമ്പളയിൽ അനുജനെ കത്രിക കൊണ്ട് കുത്തിക്കൊല്ലാൻ ശ്രമിച്ച ജ്യേഷ്ഠൻ അറസ്റ്റിൽ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന ബജറ്റ് നിരാശാജനകമെന്ന മുദ്രാവാക്യവുമായാണ് ധർണ നടത്തിയത്. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വഞ്ചനാ ദിനം എന്ന പേരിലായിരുന്നു പ്രതിഷേധം. കരുവളത്തെ കൂറ്റൻ ടവർ നിർമ്മാണത്തിനെതിരെ പ്രദേശവാസികൾ രംഗത്ത്. ജനവാസ മേഖലയിൽ സ്വകാര്യ കമ്പനി ടവർ സ്ഥാപിക്കുന്നത് ആശങ്കാജനകമെന്ന് നാട്ടുകാർ. NCP സംസ്ഥാന
സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി നയിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യാത്ര ചൊവ്വാഴ്ച കാസർഗോഡ് നിന്നും ആരംഭിക്കും. 17 വൈകുന്നേരം തിരുവനന്തപുരത്ത് സമാപിക്കും. സമസ്ത മദ്രസ മാനേജ്മെന്റ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.